കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. ആശ പേര് നെഞ്ചക്ക്, അടി കിട്ടുന്ന മുതുകത്തും, ഓട് പൊട്ടിക്കാം. ഹലോ ഹലോ, ഷബോൺ ഷാ. ആരാണ്? ഷബോൺ ഷാ സ്പീക്കിംഗ്. ഈ ട്രൂ കോളറിൽ ശാന്തപ്പൻ എന്നാണല്ലോ. ആ ട്രൂ കോളർ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തുകളാ. അത് ചെയ്യണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം. എന്താ വിളിച്ചത്? കമ്പി വളഞ്ഞു. കമ്പി വളഞ്ഞെങ്കിൽ ഏതെങ്കിലും ലൈറ്റിൽ കൊണ്ട് കൊടുത്താൽ മതി, അവർ നൂത്ത് തരും. അതല്ലെന്ന് ഡോക്ടർ കഴിഞ്ഞ മാസം എന്റെ കയ്യിലിട്ട കമ്പി ഇല്ലേ, അത് വീണ്ടും വളഞ്ഞു. എടാ, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്ന്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പാലം മണിക്കുള്ള കമ്പി നിന്റെ ശരീരത്തിൽ ഞാൻ കയറ്റിയിട്ടുണ്ട്. നീ 2 ഭാഗം കൂടെ നിനക്ക് കമ്പി ഇടാവുള്ളൂ, അത് നിന്റെ കൃഷ്ണമണിയാ. എടാ, ഒരു കാര്യം മനസ്സിലാക്കണം. എടാ, ഞാനൊരു തിരക്കുള്ള ഓർത്തോ ഡോക്ടറാണെന്ന്. കഴിഞ്ഞ മാസം എന്റെ കയ്യിലിട്ട കമ്പി പോലും ഓർമ്മയില്ലാത്ത നിന്നെ ആരാടാ ഓർത്തോ ഡോക്ടർ ആക്കിയത്? ശരിക്കും ഞാനാ ഇപ്പൊ നിന്നെ ഓർത്തത്. നിന്നെയൊക്കെ ഓർത്ത് വിളിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഓർത്തോ ഡോക്ടറാണ് പോലും, ഓർത്തോ ഡോക്ടർ. ഇവനൊന്നും വേണ്ട, ഈ കമ്പി ഞാൻ തന്നെ നിമിത്തും. എന്റെ അടുത്ത കളി ചുമ്മാതാണോ ഞാനിവിടെ കിടന്ന് കുന്തളിക്കുന്നത്? അയ്യോ, കമ്പി കരയുന്നു. അയ്യോ, ആരാ? ഒരു മിനിറ്റ്. എന്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. എന്തുവാ? 1 മിനിറ്റിന് അല്ല, ഉരുക്കളുണ്ടോ? അയ്യോ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് പച്ചമഞ്ഞൾ അരച്ച് തേച്ച് കഴിഞ്ഞപ്പോ കുറഞ്ഞ്. എന്തോന്ന് കുരുക്കള്? അതല്ല, നിങ്ങളുടെ ഞാൻ തോന്നുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഈ കിളവനും ആ വീഡിയോ കണ്ടു. പിന്നെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് AI. അയ്യേ, അയ്യേ അല്ല AI. അതല്ല, അപ്പൊ AI ആണോ? മറ്റേ ഇല്ല കരോട്ടെ മറ്റേതൊക്കെ പഠിപ്പിക്കുന്നെന്നും പറഞ്ഞ ഇവിടെ ഇട്ടതാ? ആ വീഡിയോ ഇട്ട ഞാൻ തന്നെ ആണോ? അപ്പൊ എനിക്ക് തെറ്റിയില്ല. എനിക്ക് തെറ്റിയിട്ടില്ല. കാലിനെന്താ പറ്റിയതാ? കാലില് നമ്മുടെ ഈ മോഹൻലാലിന്റെ ഒരു തുടരുമെന്ന് പറഞ്ഞ സിനിമയില്ലേ, അതുപോലെ മോഹൻലാൽ ചാടി പോലെ ചാടിയതാ. എന്നിട്ട് തുടർന്നോ? ഇല്ല, തൊട ഒരഞ്ഞ്. അല്ല, ഇതൊക്കെ ആയില്ലേ. എന്തുവാ പേര്? എന്റെ പേരോ ഷബോൺ ഷാ. എവിടുന്ന് വരുവാ? എടത്തുവാ. എവിടെ പോയി? എടുത്തു വരാൻ പറഞ്ഞു. അതല്ല, എടത്തുവാ ഇല്ലയോ? ആലപ്പുഴ. ഓ, അവിടെ അവിടാണോ വീട് വെച്ചേക്കുന്നത്? അവിടെ വീട് വെച്ചേക്കാം. എന്തോ മാറ്റി വെക്കണോ? അയ്യോ വേണ്ട, അവിടെ തന്നെ ഇരുന്നോ. അതൊക്കെ പോട്ടെ, ഇങ്ങോട്ട് വന്ന എന്തിനാ? ഞാൻ ഇവിടെ മറ്റേ ഇതൊക്കെ പഠിപ്പിക്കുന്നില്ലയോ, ഇതൊക്കെ ഒന്ന് പഠിക്കാന്ന് വിചാരിച്ചു വന്നതാ. എത്ര വയസ്സുണ്ട്? എത്ര വയസ്സ് തോന്നിക്കും? അതങ്ങ് കൈ വെച്ചാ മതി. ഞാൻ പറയുന്നേക്കാട്ടി 10 വയസ്സ് കുറച്ച് പറയാല്ലേ. ഉള്ളതങ്ങ് പറഞ്ഞാ മതി. ഒരു 65 പിടിച്ചാ മതി. 70 ആയാലോ? അതാ നല്ലത്. എന്റെ പൊന്നമ്മാവ, അമ്മാവനെ പോലുള്ളവർക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസ്ഥി എല്ലാം കൂടെ പൊടിഞ്ഞു വാരി ഇവിടെ കിടക്കും. പിന്നെ ഞാൻ തൂത്തുകുട്ടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ വല്ല ഉറുമ്പും വന്ന് തിന്നും. അയ്യോ, അത് വേണ്ട. നാട് പറപ്പിച്ചവരെ ഉറുമ്പരിച്ചെന്ന് പറയും. നാണംകേടാ. അതല്ലെന്ന്, എനിക്ക് പഠിക്കാനല്ല, പിന്നെ കൊച്ചുമോനെ പഠിക്കാനാ. കൊച്ചുമോനെ പഠിപ്പിക്കാനാണ്. അപ്പൊ അമ്മാവന് മക്കളൊന്നും ഇല്ലേ? എനിക്ക് 2 ഇരട്ടക്കുട്ടികളാണ്. അല്ലേലും ഈ ഇരട്ടക്കുട്ടികളെന്ന് പറഞ്ഞാൽ 2. അതല്ല ഞാൻ പറഞ്ഞു, എന്റെ മക്കളില്ലോ, എനിക്കറിയത്തില്ലയോ? മാഷിന് എത്ര മക്കളാ? എനിക്ക് 3 മക്കള്. അപ്പൊ ഞാൻ ഈ ആയോധന കലയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയ അവർക്ക് പേരിട്ടിരിക്കുന്നു. എന്റെ മൂത്ത മകൻ ജെറ്റ്ലി. അത് കൊള്ളാം, ആവശ്യം വരും. എന്ത്? കെറ്റില് ചായ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ജെറ്റ്ലി. എന്റെ രണ്ടാമത്തെ മകൻ ബ്രൂസലി. അതും കൊള്ളാം.
എന്റെ മൂന്നാമത്തെ മകൻ സഡൻലി അയ്യോ അതെന്താ പറ്റി? 7-ാം മാസം പ്രസവിച്ചത് പെട്ടെന്നായിരുന്നു. അപ്പോ സഡൻലി എനിക്കന്ന് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. ആഗ്രഹം ചെറുപ്പത്തിൽ ഉണ്ടാവുമല്ലോ. എവിടെ പോവാ? അങ്ങോട്ട് വാ. ആ, പറ. എന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങ് പട്ടാളത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഉവ്വ. നടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ കൊച്ചുമോനെ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കാമെന്ന് വെച്ചത്. ഓ, ഈ കുറെ നേരമായിട്ട് ഈ കൊച്ചുമോനെ പഠിപ്പിക്കണമെന്ന് പറയുന്നതല്ലാതെ എന്ത് പഠിപ്പിക്കണമെന്ന് ഇതുവരെ പറഞ്ഞില്ല. അല്ല, നിങ്ങൾ ഇവിടെ ഈ മറ്റേ സാധനമൊക്കെ പഠിപ്പിക്കുന്നില്ലയോ? എന്ത് സാധനത്തിന്റെ പേര് തരുന്നു, മറ്റേ മറന്നുപോയി. കുങ്കുമപ്പൂ. കുങ്കുമപ്പൂ? അതാ. എന്റെ പൊന്നമ്മാവ കുംഫു. അതെന്തോ അങ്ങോട്ടങ്ങ് ചീറ്റിയേ? അല്ലെങ്കിൽ എന്റെ കുംഫുവിന്റെ കാറ്റടിച്ച് ചിലപ്പോ നിങ്ങൾ പറന്നു പോയതിനപ്പുറത്ത്. അങ്ങനെ പറന്നു പോകുന്ന സൈസല്ലിത്. ഞാനും പണ്ടൊരു അഭ്യാസിയൊക്കെ ആയിരുന്നു. ഒരു ദിവസത്തെ അഭ്യാസിയായിരുന്നു. അല്ല, ഒരു ദിവസം തെച്ചിക്കോട്ട് അമ്പലത്തിൽ. ദൈവമേ, എന്താ പറ്റി? ആ കോട്ട് വന്നിട്ട് മൂക്കയിലടിച്ച്. തെച്ചിക്കോട്ട് അമ്പലത്തിൽ പൂരം നടക്കുന്ന സമയം. ഈ പൂരം എന്ന് പറഞ്ഞ ഒരു 100-150 ആനകളൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുക. അപ്പൊ ഈ പൂരം കലക്കാനായിട്ട് അവർ തെക്കൂന്ന് കുറെ കളരിക്കാരെ ഇറക്കി. ഈ വടക്കം കളരിയല്ലേ അമ്മാവ? വടക്കം കളരിയാണ്. അതെ. എന്നാ പിന്നെ വടക്കും അങ്ങ് ഇറക്കട്ടെ. ആയിക്കോട്ടെ. കാരണം ഈ വിടലായോണ്ട് എവിടെ നിറക്കിയാലും കുഴപ്പമില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ ഈ വടക്കുന്ന് കളരിക്കാർ വന്നു കഴിഞ്ഞിട്ട് ആനയെ അങ്ങ് വരട്ടി ഓടാൻ തുടങ്ങിയോ. ഞാൻ എന്തോ ചെയ്തെന്നറിയോ? ആനയുടെ വാലെ പിടിച്ച് ഒരൊറ്റ വലിയ ഊർന്നിങ്ങി പോന്നു. അതെന്ത് പറ്റി? കാരണം എന്താണെന്നറിയോ? ഈ ആനയുടെ വാലിന്റെ അടുത്ത് മുടിയില്ലായിരുന്നു. എന്റെ പൊന്നമ്മാവ 150 ആന നിരന്ന് നിൽക്കുമ്പോ ഈ മുടിയില്ലാത്ത ആനയെ കയറി പിടിക്കാൻ ആര് പറഞ്ഞു? എടാ, ഈ ബഹളം നടക്കുന്നതിനിടയ്ക്ക് മുടിയുണ്ടോ താടിയുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റുമോ? ഞാൻ കയറി ഒരൊറ്റ പിടി പിടിച്ചു. ആന അവിടെ നിന്നു. എടാ, ഞാൻ ആനയെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കില്ലയോ? പിന്നെ നീ എന്താ പേടിക്കുന്നേ? പാതാളത്തിൽ നിന്നൊരു പെരിച്ചാഴിയ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം. എന്തിയാ പുകച്ചി അടിച്ചാന്നോ? പുകച്ചി അടിച്ചല്ല, അമ്മാവൻ വെച്ചോണ്ടിരുന്ന വെടികേട്ട് ഇറങ്ങി ഓടിയതാ അത്. ആണോ? എന്നാ പിന്നെ 1-2 വീച്ചട്ടെ. വേണ്ട, ഇത് കർക്കിടക മാസമാ. ഓണത്തിന് മുമ്പേ അപ്പൊ മഹാബലി ഇറങ്ങി ഓടുവത് വഴി. ഓ, എന്നാ പിന്നെ വേണ്ട. ഒരു കാര്യം ചെയ്യും, ആനക്ക് പിണ്ട് വിടണം, വാലേന്ന് വിട്. ശരി. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാല് എന്റെ കൊച്ചുമോനെ ഒരു കരയ്ക്ക് എത്തിക്കണം. അത് ശരി. കൊച്ചിനെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് വന്നിരുന്ന് അങ്ങ് പ്രസംഗിക്കുക. അല്ല, കൊച്ചിനെ കര പറ്റിക്കണമെന്ന് പറഞ്ഞു. അതല്ലെന്ന്. എടാ, എനിക്ക് ഇവനെ ഒന്ന് ഫിറ്റ് ആക്കണമെന്ന്. അതായത് ഈ ചെറുക്കനെ ഞാനൊരു സകലകല വല്ലഭനാക്കി കൈ തരും. യോ, വല്ലഭനാക്കണ്ട. എന്താ? അവൻ പുല്ല് പറിച്ചെന്നെ വെട്ടും. അതെനിക്ക് മനസ്സിലായില്ല. വല്ലവന് പുല്ല് ആയുധമെന്ന. എന്റെ പൊന്നെ, അത് ശരിയാ. ഇവൻ പിടിച്ചാ നിൽക്കത്തില്ല. ഇവൻ ലോകപരാജയമാ. കാരണം എന്ന് വെച്ചാൽ ഇവൻ നാശത്തിന്റെ കോടാലിയ. പറഞ്ഞോ, ഇവനെ വെച്ചെടുത്തിരിക്കത്തില്ല. വെച്ചെടുത്ത ഇരിക്കാൻ വേണ്ടി ഇത് കൊച്ചല്ലേ, അല്ലാതെ ഒച്ചൊന്നും അല്ലല്ലോ. ശരിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ആ പുല്ലും ചെറുക്കൻ എന്നോട് വന്നാ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എവിടെ പോയി? നീ ഉണ്ടായിരുന്നോ? ഞാൻ എങ്ങനെ കാണാം തന്റെ കൂടെ വരുന്നത്? ഞാൻ എങ്ങനെ കാണാം? അതുകൊണ്ട് വരുന്നതാ പാട്ടും പാടി. ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി, തുള്ളി തുള്ളിയലപ്പ് കൂട്ടില്ലാതെ വെപ്പ്, നീയോ ഞാനോ ഞാനോ നീയോ പുൽച്ചാടി. എന്താ പണിയാ കാണിച്ചേ? എന്നെ എന്തിനാ അവിടെ കൊണ്ട് നിർത്തിച്ചു വന്ന കടയുടെ അവിടെ? എടാ, ആ കടയുടെ അവിടെ ഞാനാണോ നിന്നെ പിടിച്ചു നിർത്തിയത്? ആ അലമാരിക്കകത്ത് ഇരിക്കുന്ന ബോണ്ടയും സുഖിയനും മടക്കസാനും ഒക്കെ അല്ലേ നിന്നെ അവിടെ പിടിച്ചു നിർത്തിയത്? ഉണ്ട്, തിന്നില്ല. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ വീട്ടിലെ പോയി തീറ്റയും കൂടിയൊക്കെ കുറച്ചോളം. നിന്നെ ഇവിടെ 10 ദിവസം കൂട്ടി നിർത്താൻ വന്നേക്കാം ഞാൻ. അതാ നിന്റെ മാഷ് കേട്ടോ. പ്രസന്റ് മാസ്റ്റർ. അയ്യോ, അത് ഞാനല്ല, അത് പിന്നെ ഡാൻസ് മാസ്റ്റർ. പ്രസന്റ് മാസ്റ്റർ അതല്ല, മാഷിന്റെ കാര്യം ചോദിച്ചു. അയ്യോ, എന്റെ പേര് അതല്ല. എന്റെ പേര് ഷബോൻ ഷാ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുമുണ്ട്, തിന്നിട്ടുമുണ്ട്. എന്ത്? സമൂസ. അയ്യോ, സമൂസ അല്ല, ഷബോൻ ഷാ. കുട്ടന്റെ പേരെന്താ? എന്റെ പേര് റൊട്ടി. അയ്യോ, അത് ശരിക്കും തിന്നുന്ന സാധനമാ. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു റൊട്ടി, അതുകൊണ്ട് എന്റെ പേര് റൊട്ടി. അപ്പൊ ഇവന്റെ അച്ഛന്റെ പേര് കുമ്പളപ്പം എന്നായിരുന്നു. അപ്പൂപ്പന്റെ പേരറിയാവോ? ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി. ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ചക്കപ്പുഴുക്കെന്നല്ലേ? എന്റെ ദൈവമേ, എന്റെ ചെറുക്ക, ഇത് ഇഡ്ഡലി വേവിക്കുന്ന പാത്രമല്ല, ഇതാണ് ചുരിക. പരിചയമല്ലോ. ഇതുമായിട്ട് എനിക്ക് വലിയ പരിചയമില്ല, അതുകൊണ്ട് പറഞ്ഞു പോയത്. ഇതെന്തിനാ മീശ ഇങ്ങനെ ഇട്ടേക്കുന്നത്? ഇതോ? മീശ പിന്നെ മടക്കി അലമാരി വെക്കാൻ പറ്റുമോ? മീശ എന്തിനാ ഇട്ടേക്കുന്നത്? ഇങ്ങനെ ഇട്ടേക്കുന്ന എടാ, ഇതൊരു സാധാരണ മീശയല്ല. ഈ മീശക്ക് ഒരു പവർ ഉണ്ട്. അതെന്താ, ഇതിനകത്ത് കറണ്ട് ഉണ്ടോ? അതല്ലെന്ന്. എടാ, എന്റെ ഭാര്യ ഈ മുളക് ഉണക്കുന്നതേ മീശക്കകത്താണോ? അല്ലെന്ന്. ഈ എന്റെ ഭാര്യ ഈ മുളകും ഉണക്കാനിടും. ഉണക്കാനിടുമ്പോ ചില കാക്ക വന്ന് ഈ മുളകിനിട്ട് കൊത്തും. ഈ മുളകിനിട്ട് കൊത്തുന്ന സമയത്ത്
ഈ മീശ ഞാനിങ്ങനെ തിരിച്ചു വെച്ച് തെറ്റാലാക്കും. എന്നിട്ട് കല്ലെടുത്ത് ഇവിടെ വെച്ച് കാക്കയുടെ കണ്ണിലടിച്ച് കൊള്ളിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. മാസ്റ്ററെ എനിക്ക് ആ മീശ ഒന്ന് തരാമോ? എന്തിനാ? ഒരു വെള്ളക്കൊക്കിനെ അടിച്ചോടിക്കാനാ. കൊടുക്കല്ലേ, വെള്ളക്കൊക്കെ ഒന്ന് ഉദ്ദേശിച്ച എന്നെയാ. അല്ല അറിയാൻ പറ്റിയോ ഈ ചെറുക്കൻ അങ്ങനൊക്കെ കാണിക്കുവോ? അവൻ കാണിക്കുമോന്നോ? കഴിഞ്ഞ കൊല്ലത്തെ ഷിബുവിന് ഷിബു? അല്ല വിഷുവിന് ഇവനാണെങ്കിൽ എന്റെ വായിക്കാത്തി വെച്ച് പൂത്തിരി കത്തിച്ചു. എന്റെ പൊന്നു, അത് ഈ പിള്ളേര് കുസൃതി കൊണ്ട് ചെയ്യുന്നതായിരിക്കും. പോട്ടെ, എന്നാലും ഇങ്ങനുണ്ടോ പക്ഷേ? എടാ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഇത് ഞാൻ സെറ്റാക്കി എടുത്തോളാം. മതി കേട്ടോ? മാസ്റ്ററെ എനിക്ക് നേരത്തെ ഒരു സൂപ്പർ മാസ്റ്റർ ഉണ്ടായിരുന്നു. സൂപ്പർ ഫാസ്റ്റ് ഒക്കെ ഉള്ള പയ്യനാണ്. സൂപ്പർ മാസ്റ്റർ അല്ലെന്ന്. പിന്നെ? എനിക്ക് നല്ലൊരു മാസ്റ്റർ വേറെ ഉണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ഇതിനു മുമ്പ് ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. ആ കാര്യം നിങ്ങൾ എന്നോട് മറച്ചു വെച്ചെന്താ? അത് മറച്ചു വെച്ചതല്ല, എല്ലാ കാര്യവും ഞാൻ ഇങ്ങോട്ട് വന്നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ വരുമ്പോ വല്ലതും പറയാൻ വേണ്ടായോ? അത് വെച്ചിരുന്ന ആ മാഷിപ്പ് എവിടെ ഉണ്ട്? ആ മാഷ് ഇപ്പൊ ഐസിയുല. അയ്യോ, അതെന്ത് പറ്റി? എന്തോ ശാരീരിക അസ്വസ്ഥത. മാസ്റ്ററെ ഞങ്ങളുടെ മാസ്റ്റർ ഉണ്ടല്ലോ ഭയങ്കര വില്ലനായിരുന്നു. ജി രവി ആയിരുന്നു ഇവന്റെ മാസ്റ്റർ. അതല്ലല്ലോ. പുള്ളിക്കാരനുണ്ടല്ലോ ഒരു 25 ഓടൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒറ്റ അടിക്ക് പൊട്ടിക്കുക. അതൊക്കെ എന്തോ പൊട്ടീര്. എന്റെ പൊട്ടീരായിരുന്നു പൊട്ടീര്. പൊട്ടിച്ചോ? കഴിഞ്ഞ ചൊവ്വാഴ്ച 2552 ഓടാണ് ഒറ്റടിക്ക് ഞാൻ പൊട്ടിച്ചത്. ഇവിടെ ഒരു കൂട്ടുകാരന്റെ വീടിന്റെ ഓട് മാറാൻ വേണ്ടി കേറിയതാ. കഴുക്കോൽ ഒടിച്ചു പോയി. ഈ ഓടും ഞാനും വീടുമായിട്ടൊരു വീഴ്ച വീണിട്ട് പപ്പടാ പടക്ക പ്ലക്ക. ഒരുത്തന്റെ വീട് മൊത്തം നശിപ്പിച്ചു വീരവാദം അടിക്കുന്നു. മാഷാണ് പോലും മാഷ്. ആഹാ, നീ ചെറിയ വായിക്കാത്ത കുഞ്ഞു വായിക്കാത്ത ചെറുത് വായിക്കാത്ത എടാ പോക്കിക്കൊണ്ട് നിൽക്കാതെ പറഞ്ഞു കൊടുക്കണോ? പിന്നെ പറഞ്ഞു ഞാനാണോ പറഞ്ഞു കൊടുക്കണം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മറ്റേ മാസ്റ്റർ പോലല്ല ഞാൻ. മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ നിന്റെ ഈ തൊടയിലെ തൊലിവിച്ച് ഞാൻ കാക്ക കെട്ടി കൊടുക്കും. അങ്ങനെ കാണിക്കരുത്. മാഷിനെ ഒന്നും ചെയ്യരുത്. മര്യാദയ്ക്ക് ഇവിടെ മാഷാണ്, അതുകൊണ്ടാണ് മാഷ് അപ്പുറത്തെങ്ങാണ്ട് പോയി. ഞാൻ തന്നെ ആടോ. അയ്യോ, മാഷ് ഇത് എവിടെ പോയായിരുന്നു? എവിടെ പോയായിരുന്നു? എന്റെ പൊന്നളിയ, ഇവന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല. ഇല്ല. ഇവന്റെ ആരോഗ്യം എന്ന് പറയുമ്പോ ഏകദേശം എന്റെ ഈ ഭാഗത്തായിട്ട് വരും. ഇനി ഇവന്റെ ബുദ്ധി ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. ബുദ്ധിയുടെ കാര്യത്തിൽ പ്രശ്നമില്ല, അവൻ എന്റെ ബുദ്ധിയാ കിട്ടിയേക്കുന്നത്. അപ്പൊ പിന്നെ ആ ഭാഗത്തോട്ട് പോയിട്ട് ഒരു കാര്യമുണ്ട്. പറഞ്ഞാലും കാര്യമുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു വന്നായിരുന്നു. ഉദിച്ചു വരാൻ നിന്റെ തല എന്താണോ, സൂര്യനാണോ? അടിക്കോട്ടെ, നമ്മൾ രണ്ടും മാത്രം അടിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്ക് അവനും അടിക്കാൻ കൊടുക്കുക, എന്നാലും ചിരി കിട്ടത്തുള്ളൂ. അയ്യോ, അത് ഈ പിള്ളേര് കുസൃതി കാണിക്കുന്നതാ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എനിക്ക് കുസൃതിയുള്ള പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. വീട് പണി തീർന്നില്ലായിരുന്നു. എന്താ അങ്ങനെ ചോദിച്ചേ? പിന്നെ എന്തിനാ ഇഷ്ടം വെച്ചേക്കുന്നു? അയ്യോ, ഇത് വീട് പണിക്കുള്ള ഇഷ്ടയല്ല മോനെ, ഇത് തലക്കടിക്കാനുള്ള ഇഷ്ടയാ. അയാളെങ്ങാനും ചത്തുപോയി കഴിഞ്ഞാൽ ആര് സമ്മാനം പറയൂടാ? ഞാൻ അടിക്കാൻ പറഞ്ഞ നിർത്തോ. എടോ, പിള്ളേരാകുമ്പോ ചിലപ്പോ ചില കുസൃതികളൊക്കെ കാണിക്കും. അതിനകത്ത് നമ്മളിങ്ങനെ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം. ഞങ്ങൾ ഇവിടെ കിടക്കുന്നേ. അത് ശരി, എന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് മാറി കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഇവിടെ നിൽക്കായിരുന്നു നിങ്ങള്. അത് പറയണ്ടേ? ഈ ചെറുക്കന്റെ കുസൃതിയായത്. ഇതൊന്നും ഒരു വിഷയമല്ല ഈ ഷബോൻ ഷായ്ക്ക്. ഷബോൻ ഷാ വാളെടുത്തിങ്ങനെ വെട്ടുവല്ല. മര്യാദക്ക് ചെന്ന് എന്തെങ്കിലും രഹസ്യമായിട്ട് സ്നേഹമായിട്ട് പറഞ്ഞ് അത് വാങ്ങിച്ച് അവിടെ വെക്കാം. അല്ല മോനെ, ഇത് കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടമല്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. എവിടുന്ന്? എന്റെ മേത്തൂന്ന്. പിന്നെ ഇനി നമുക്ക് ഇവന്റെ ചുവടുറപ്പിക്കാം. അപ്പൊ ഞാൻ ചുവടുറപ്പിക്കാൻ പോവാണ്. വേണമെങ്കിൽ അവിടെ ഇരുന്ന് കണ്ടോണം. അവിടെ പോയിരിക്കേ. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് നീക്കേ. ഇങ്ങോട്ട് കേറി നിക്കണേ, ഇവിടെ നിക്കണേ. ചുവടുറപ്പിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് മാഷ് ഇത് എവിടെ പോയി? കണ്ടില്ലല്ലോ. ഞാനിവിടെ ഉണ്ടോ? ഞാൻ കണ്ടില്ല. റെഡി, 1 2 3. കൊള്ളാം.
ഞാൻ എന്നാ പോയി ഒരു 1.5 കിലോ കപ്പ വാങ്ങിച്ചോണ്ട് വരട്ടെ. അതെന്തിനാ? അല്ല ഞാൻ കുറച്ചു നേരം കൊണ്ട് ഇവിടെ ഇരുന്ന് വിഴുങ്ങുവാ, കൂട്ടത്തിൽ അതുകൂടെ അങ്ങ് വിഴുങ്ങാന്ന് വിചാരിച്ചാ. താനിക്ക് എപ്പോഴും തീറ്റക്കാരിയല്ലോടോ. ചെറുക്കന്റെ ചൂടുറപ്പിക്കുന്ന സമയത്ത് ആഹാരത്തെ പറ്റി ചിന്തിക്കല്ലേ? പഠിക്കാം. ആ, ചെറുക്കൻ മൂടായി. ആ, ചെന്ന് കേറിക്കടാ. ചെറുക്കൻ മൂടായി. ആ, എന്റെ ദൈവമേ, എന്റെ അപ്പക്കൽ ദേവിയേ. അയ്യോ. അല്ലേ അതെ. ഹലോ, പോടാ, തോണ്ടിരിക്കുന്ന അവിടെ കളിക്കും. പോ, ചെല അങ്ങോട്ട് ചെല്ല. എനിക്ക് കാണാടോ, അങ്ങോട്ട് പോവാൻ പേടിച്ചിട്ടാ. എടാ എന്തുവാടാ കാര്യം പറ. ആദ്യം എന്റെ കണ്ണിന്റെ കൃഷ്ണമണി ഒന്ന് നേരെ നിൽക്കട്ടെ. എടോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവൻ ആദ്യം ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അവനെ അടിച്ച് ഐസിയിലാക്കിയത് ഇവനല്ലേ? അങ്ങനെ മനസ്സിലായി. എടോ, കടൽ വെള്ളം ഉപ്പാണെന്ന് അറിയാൻ വേണ്ടി കോരി കുടിക്കണ്ട, നക്കി നോക്കിയാ എനിക്ക് മനസ്സിലാവും. ഒരു കാര്യം ചെയ്തോണം, ഇപ്പൊ ഇറങ്ങിക്കണം അമ്മാവനും കൊച്ചോനും വീട്ടിൽ നിന്ന്. എങ്ങോട്ട്? എടാ, ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയാ, അല്ലാതെ ജീവിച്ച് വിളക്കുന്നവൻ മരിക്കാൻ വേണ്ടിട്ടല്ലടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.